നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്കാണ് അലക്കുന്നത്. അപ്പോൾ PVD ചെയ്യണേക്ക് മുമ്പ് ജസ്റ്റ് ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ചു അവരെങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ആണ് ഇതിലത്തെ ഈ പോയിൻ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. സംഭവത്തിലുള്ള നമ്മൾ വാഷിംഗ് മെഷീനിൽ സാധാരണ ആ വെള്ളത്തെപ്പടി തന്നെ ഇടുകയാണെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വാഷ് ചെയ്ത ഇത് ക്യാബിനിൽ നിന്ന് നമ്മൾ വെള്ളത്തെപ്പടി ഡ്രയറിലോട്ട് ഇടുകയാണെങ്കിൽ അത് നല്ലോണം പ്ലേസ്ഡ് ആവും. കാരണം പ്രോപ്പറായിട്ട് പ്ലേസ്ഡ് ആയില്ലെങ്കിൽ ആ സ്പിന്നർ ശബ്ദം ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് പ്രോപ്പറായിട്ട് കറങ്ങില്ല. അപ്പം മിക്ക ആളുകളും ഓരോന്ന് എടുത്തിട്ട് പിഴിഞ്ഞാണ് ഇടുന്നത്, ചില ആളുകളെങ്കിലും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഒരുമിച്ച്, അതായത് പൊക്കാവുന്ന അത്രയും വെച്ചിട്ട് ഒരുമിച്ച് ആ വെള്ളത്തെപ്പടി ആ ഡ്രയറിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തെപ്പടി ആണെങ്കിൽ ആ ഡ്രയറിനുള്ളിൽ പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആവും. മനസ്സിലായോ? അല്ലാതെ ഓരോന്നോ ഇല്ലെങ്കിൽ കുറേശ്ശെ എടുത്തിട്ട് പിഴിഞ്ഞ് ചെയ്യുന്നതിന് പകരം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാലൻസ്ഡും ആവും, ഈസി ആയിട്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമില്ലാതെ പിഴിഞ്ഞിട്ടാണ് അതിലിടുന്നതെങ്കിൽ പിന്നെ ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ചാൽ മാത്രമേ അത് സ്പിൻ ആവുള്ളൂ. അപ്പോൾ